നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ ചരിത്രത്തിൽ ഒളിച്ചുവെക്കാൻ കഴിയാത്ത ഒരു കറുത്ത അധ്യായമായി മാറുകയാണ്. അന്വേഷണം നടക്കുന്നു എന്ന ഒരേ വാചകം ആവർത്തിച്ച് സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലോട് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷണം ഏറ്റെടുക്കാൻ എത്തുന്നു. കേസെടുത്ത് അന്വേഷണം തുടങ്ങാൻ കൊച്ചി വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇ പ്രാഥമിക വിവര റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ശബരിമല കൊള്ള പുതിയ തലത്തിലെത്തും. ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങുന്നു എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തെ നടുക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു എന്നത് തന്നെ ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ എത്രമാത്രം അപര്യാപ്തവും നിയന്ത്രിതവുമായിരുന്നു എന്നതിന്റെ തുറന്ന തെളിവാണ്. പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്ത കേസിൽ പല നിർണായക തെളിവുകളും മനഃപൂർവ്വം മൂടിവെച്ചുവെന്നും ചില പ്രമുഖരെ സമീപിക്കാൻ പോലും പോലീസ് മടിച്ചുവെന്നും ഉയരുന്ന ആരോപണങ്ങൾ പിണറായി സർക്കാരിന്റെ നൈതിക അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം മൂടിവെക്കാൻ ശ്രമിച്ച തെളിവുകൾ ഇ പുറത്തെടുക്കുമെന്ന ഭീതിയിലാണ് പല പ്രമുഖരും. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്നവരെയെല്ലാം ആശങ്കയിലാക്കും ഈ സംഭവം. ഇ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെയാകും അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടം തുടങ്ങുക. എന്നാൽ പോറ്റിയിൽ മാത്രം ഇത് അവസാനിക്കില്ല. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. ചെന്നൈയിലെ സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക രേഖകൾ ഇ അരിച്ചു പിറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമ്മതത്തോടെയാണ് ഇ ഈ വരവ്. ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസിൽ രാഷ്ട്രീയ ഉന്നതർക്കും പങ്കുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു, പി.എസ്. പ്രശാന്ത് എന്നിവരിലേക്ക് അന്വേഷണം നീളും. കോടതിയിൽ നിന്ന് രേഖകൾ കൈക്കലാക്കാൻ ഇ നടത്തിയ നീക്കത്തെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തിരുന്നു. എതിർപ്പ് തള്ളി ഡിസംബർ 19 കോടതി രേഖകൾ ഇ കൈമാറാൻ ഉത്തരവിടുകയായിരുന്നു. പ്രവാസി വ്യവസായിയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ഇ ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടത്. ചെന്നിത്തലയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളും മൊഴികളും ഒക്കെ ഇ പരിശോധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇ നീങ്ങും. കൊച്ചി ഇ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ നിശ്ചയിക്കും. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, കെ.എസ്. ബൈജു, ഡി സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യുന്നതോടെ ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെല്ലാം വെളിച്ചത്തു വരും. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ജീവനക്കാരനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന് തുടക്കം മുതലേ ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. സ്വർണ്ണക്കടത്തിനും അതിലൂടെ ഉണ്ടായ കള്ളപ്പണ ഇടപാടുകൾക്കും വലിയൊരു ഉന്നതതല ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഇ സംശയം. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ തൊടാൻ ഭയന്ന ഈ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് ഇ വരവ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരിലേക്ക് ഇ അന്വേഷണം നീളുമെന്നാണ് സൂചന. കേവലം മോഷണമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നതെന്ന് ഇ കണ്ടെത്തിയാൽ അത് പിണറായി സർക്കാരിന് വലിയ പ്രഹരമാകും. ഭക്തിയെയും വിശ്വാസത്തെയും വിറ്റ് കാശാക്കിയ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇനി ഇ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുമെന്നാണ് വിലയിരുത്തൽ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന CPM-ന്റെ പ്രചരണം ശബരിമല കേസിൽ വെറും രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് ഇന്ന് വ്യക്തമാണ്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും സർക്കാരിന്റെ നിഴൽ വീണു നിന്നുവെന്ന സംശയം ശക്തമാകുമ്പോൾ ഇ വരവ് സർക്കാർ സംവിധാനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുമോ എന്ന ഭീതിയാണ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്താൻ പോകുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ കോടികൾ ഒഴുകിയ ശബരിമലയിൽ നടന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ ഭരണകൂടം ശ്രമിച്ചുവെങ്കിൽ അത് ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ്. പിണറായി സർക്കാർ നിയമത്തെ സംരക്ഷിച്ചോ അതോ അധികാരം ഉപയോഗിച്ച് കുറ്റവാളികളെ രക്ഷിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കേരളത്തിന് ഇനി മുന്നോട്ടു പോകാനാവില്ല. ശബരിമല കേസ് ഒടുവിൽ തെളിയിക്കപ്പെടുന്നെങ്കിൽ അത് പിണറായി ഭരണത്തിന്റെ അന്ത്യാഘോഷമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെല്ലാം സൂചിപ്പിക്കുന്നത്.